ഹലോ ഹായ് ജെറ്റി വ്ളോഗ്സിലോട്ട് എല്ലാവർക്കും ജെറ്റി വ്ളോഗ്സിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ചെറിയൊരു കുക്കിംഗ് പരിപാടിയാണ്. ചെറിയൊരു മുട്ടക്കറി നമുക്ക് എങ്ങനെ തയ്യാറാക്കുമെന്ന് നോക്കാം. മുട്ടക്കറി പല വിധത്തിൽ വെക്കും. മസാല ഇട്ട് വെക്കും, മസാല ഇടാണ്ട് വെക്കും. ഓരോരുത്തരും ഓരോ വെറൈറ്റി സംഭവമായിട്ടൊക്കെ മുട്ടക്കറി വെക്കുന്നതാണ്. അപ്പോൾ ഇന്ന് ഞാൻ ചെറിയ രീതിയിലുള്ള മുട്ടക്കറിയാണ്, എളുപ്പം ഉണ്ടാക്കുന്ന മുട്ടക്കറി കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് വീട്ടിലോട്ട് പോയാലോ? നമ്മളുടെ തീ കൂട്ടി വെച്ച് കൊടുക്കാം. മുട്ടക്കറിയൊക്കെ എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാവുന്നതല്ലേ. അപ്പോൾ എന്തെങ്കിലും ചെയ്യണമെന്ന് വെച്ചാൽ എടുക്കുന്ന വീഡിയോ. മുട്ടക്കറിയൊക്കെ എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാവുന്നതാണല്ലോ. അപ്പം നമുക്ക് നല്ല ടേസ്റ്റി ആയൊരു മുട്ടക്കറിയാണ് വെക്കുന്നത്. ഏകദേശം വഴന്ന് വന്നിട്ടുണ്ട്. ഇച്ചിരിയുടെ വഴകട്ടെ. കറിവേപ്പില ഇട്ട് കൊടുക്കാം. നല്ല ഫ്രഷ് കറിവേപ്പില കേട്ടോ, ഇട്ട് കൊടുക്കാം. കുറച്ച് മതി, ഒരു 3 ഇതെല്ലാം മതി. അപ്പോൾ നമ്മളുടെ മുട്ടയ്ക്കുള്ള ഉള്ളിയും തക്കാളിയൊക്കെ ഒരു നന്നായിട്ട് ഇരിയും പച്ചമുളകൊക്കെ വളർന്നു വന്നിട്ടുണ്ട്. പിന്നെ ഇതിനായിട്ട് മസാല ഇട്ട് കൊടുക്കാം. ഇത്രയും വെള്ളം മതി കേട്ടോ. അപ്പം നമ്മുടെ മസാല ഇവിടെ മൂത്ത് വന്നിട്ടുണ്ട്. പിന്നെ ഇത് നമുക്ക് ഇതിലോട്ട് പൊടിയൊക്കെ ഇട്ട് കൊടുക്കാം. ഇന്നത്തെ മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്, ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് മൂക്കട്ടെ. ഇന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചെടുക്കാം. ഇതൊന്ന് ഈ അരപ്പി കടന്ന് ഒന്ന് തിളച്ച് വേകട്ടെ. തിളക്കട്ടെ. നമ്മുടെ കറി ഇവിടെ തിളച്ച് നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് ഇനി തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. 1 പാലാട്ടോ.
1ഉം 2ഉം എല്ലാം കൂടി ഒറ്റ പാൽ മാത്രം. വെള്ളം സാധാരണ വെച്ചാണ് തിളപ്പിച്ചെടുത്തിരിക്കുന്നത്. ഇനി ഇതിലോട്ട് ശകലം തേങ്ങാപ്പാൽ ചേർത്തിട്ട് നമുക്ക് ഇളക്കിയെടുക്കാം. തേങ്ങാപ്പാൽ ചേർത്ത് വയ്ക്കാം. ചാറ് വേണമല്ലോ, അപ്പം ആവശ്യത്തിനുള്ള തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എന്നാൽ തിളക്കട്ടെ. ഇതിലോട്ട് നമുക്ക് ഇനിയും ഗരം മസാല എന്ന് പറഞ്ഞാൽ മേടിക്കുന്ന പൊടിയല്ല, നമ്മളിങ്ങനെ പൊടിച്ചെടുത്ത കറുവപ്പട്ട, ഏലക്ക, ഗ്രാമ്പു, തക്കോലം എല്ലാം കൂടെ ഇട്ട് ജാതിപത്രിയൊക്കെ ഇട്ട് പൊടിച്ച് വെച്ച പൊടി ഇട്ട് കൊടുക്കാം. ഇത് കൂടെ പെരുംജീരകം ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആവശ്യത്തിന് നമുക്ക് ഇട്ട് കൊടുക്കാം. പൊടിയെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ആവശ്യത്തിനുള്ള ചാറ്, ഒരുപാട് ചാറ് നിൽക്കണം. ഇപ്പോൾ ഇത് കറക്റ്റാണ് കേട്ടോ, നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. കറി കണ്ടോ, തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ഇതിലോട്ട് മല്ലിച്ചപ്പ് ഇട്ട് കൊടുത്ത് മുട്ട ഇട്ട് കൊടുത്ത് ഓഫാക്കി വെക്കാം. നമുക്ക് ഇതിലോട്ട് ഇച്ചിരി മല്ലിച്ചപ്പ് വേണമെന്നൊന്നുമില്ല കേട്ടോ, ഉണ്ടെങ്കിൽ ചേർക്കാം, ഇല്ലെങ്കിൽ ഒരു കുഴപ്പവുമില്ല. നമുക്കുള്ളതുപോലെ നമുക്കറിയാമല്ലോ, എല്ലാവർക്കും ഈ മുട്ടക്കറിയൊക്കെ പല വിധത്തിലുണ്ടാക്കാൻ അറിയാം. ഇത് ഞാനിത് മസാല തേങ്ങാപ്പാലിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഞാൻ വേറൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. ഞാൻ മസാല അധികം ചേർക്കാണ്ട് എല്ലാം കൂടി ഇട്ട് തക്കാളി എല്ലാം കൂടി ഇട്ട് കുക്കറി വേവിച്ചൊരു മുട്ടക്കറി ഞാൻ വെച്ചിട്ടുണ്ട്. ഇത് വഴറ്റി ചേർത്ത മുട്ടക്കറിയാണ്. അപ്പം നമ്മുടെ മുട്ടക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒന്ന് ചൂടായി, നല്ല തേങ്ങാപ്പാൽ ഒഴിച്ച് നല്ല ചൂടായി വന്നിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് മുട്ട ചേർത്ത് കൊടുക്കാം. നല്ല മുട്ടയും ഇട്ട് കൊടുത്ത് നമുക്ക് തീ ഓഫ് ആക്കാം. ഈ മുട്ട വരഞ്ഞിട്ടുണ്ട് കേട്ടോ, അങ്ങനെ 3 വരഞ്ഞിട്ടുണ്ട് കണ്ടോ. അപ്പോൾ ഇതിലോട്ട് ഇട്ട് കൊടുത്ത് 4 ഉള്ളൂ, ഞങ്ങളിപ്പോൾ ഒരു 4 പേരേ ഉള്ളൂ ഇവിടെ. അപ്പം നമ്മുടെ മുട്ടക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വേണേൽ കുരുമുളക് പൊടി ശകലം വേണേൽ ചേർക്കാം കേട്ടോ, ഞാൻ ചേർക്കുന്നില്ല, അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമല്ലേ. അപ്പം നമ്മുടെ മുട്ടക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക. അപ്പം നമ്മുടെ മുട്ടക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും മറ്റൊരു വീഡിയോ വരുന്നതായിരിക്കും. അതുവരെ ബൈ ബൈ.